ഗുഡ് ഈവനിങ് സർ. വിവേകല്ലേ? ഐ എം എസ് കെ നായർ, പാർവതിയുടെ അച്ഛൻ. കമോൺ. You can feel at home before me. Okay? വിവേക്, ഒരു പെൺകുട്ടിയെ നാം ആഗ്രഹിക്കും, മറ്റൊരു കുട്ടിയെ ഇഷ്ടപ്പെടും, പിന്നെ വേറൊരു കുട്ടിയെ പ്രേമിക്കും, ഒടുവിൽ മറ്റൊരാളെ വിവാഹം കഴിക്കും. ഇതൊക്കെയല്ലേ ജീവിതത്തിന്റെ ഒരു എന്താ പറയാ, ഒരു സ്റ്റൈൽ. പാർവതിയോട് വിവേകിനൊരു ആഗ്രഹം തോന്നി, അല്ലെങ്കിൽ ഇഷ്ടം തോന്നി. അവൾക്ക് വിവേകിനോട്. ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. കുറച്ചുനാൾ പരസ്പരം കാണാതിരുന്നാൽ ഇതെല്ലാം അങ്ങ് മറക്കും. അവൾക്ക് വേറൊരാളോട് ഇഷ്ടം തോന്നാം. വിവേകിനും അതുപോലെ. ഇല്ല സർ, ഒരിക്കലും ഇല്ല. പാർവതിയുടെ അതേ മനസ്സും ബോൾനെസ്സും തന്നെയാണ് വിവേകിനും. ഇത് വിവേകിന് തരാൻ അവൾ തന്നയച്ച കത്താണ്. മനഃപൂർവ്വം ഞാൻ ആദ്യം തരാതിരുന്നാണ്. വായിച്ചിട്ട് ഒരു മറുപടി എഴുതിക്കോളൂ. തിരിച്ചു പോകുമ്പോൾ ഞാൻ കൊണ്ടുപോയിക്കൊള്ളാം. വിവേക്, ഈ മരുഭൂമിയിലായിരിക്കുമ്പോഴും സത്യത്തിൽ ഞാൻ ബോട്ട് ഹൗസിലാണ്. എൻ്റെ ഒപ്പം എപ്പോഴും വിവേകുണ്ട്. പിണങ്ങിയും ഇണങ്ങിയും പിന്നെയും പിണങ്ങി, വീണ്ടും ഇണങ്ങി, ഒരിക്കലും വിട്ടുപിരിയാതെ. എന്നാലും വിവേക്, നാം എത്ര അകലെയാണ്. എന്തോ നാടേ സ്വപ്നം കാണുന്നത്. വായിക്കടേ, അല്ലെ അതും കൊടുത്താ. വിവേകിനോട് എനിക്ക് അസൂയ. എന്താ കാര്യം എന്നറിയോ? എല്ലാം ഷെയർ ചെയ്യാൻ വിവേകിന് ഫ്രണ്ട്സ് ഉണ്ടല്ലോ. രഘു എപ്പോഴും ചെവിയിൽ ബഡ്ജറ്റ് തിരിക്കുന്നുണ്ടാവും. അത് ചെവിക്ക് കേടാന്ന് പറയണം. ഷാജിക്ക് കടയിൽ പോയി അച്ഛനൊന്ന് സഹായിച്ചാൽ എന്താ? നിന്റെ കാര്യം ഒന്നുമില്ലല്ലേ? നീ എന്തിനാടാ ജീവിച്ചിരിക്കുന്നത്? ചാടി ചത്തുകളയുടെ. ബിജുവിനെ സൂക്ഷിക്കണം. മിണ്ടാപ്പൂച്ച കലോടക്കും. അതില്ല. പിന്നെ വിവേക്, ഡാഡി എന്തിനാ നാട്ടിലേക്ക് വന്നതെന്നറിയാമോ? വിവേകിനെ കാണാൻ. പിന്നെ വിവേകിന്റെ അച്ഛനും അമ്മയും കണ്ട് നമ്മുടെ കാര്യം ഉറപ്പിക്കാൻ. ഓഫ് കോഴ്സ്, രണ്ടുപേരുടെയും പഠിത്തം പൂർത്തിയാവണം. പിന്നെ വിവേകിന് ഒരു ജോലിയും കൂടി ആയാൽ അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാമല്ലോ. വിവേകിന്റെ കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടി ചെയ്യാം. ഹീസ് എ വെരി ബ്രില്യന്റ് സ്റ്റുഡന്റ്. ആരുടെയും റെക്കമെൻഡേഷൻ ഇല്ലാതെ തന്നെ അവന് നല്ലൊരു ജോലി കിട്ടും. കിട്ടട്ടെ, എന്നിട്ട് നമുക്ക് ആലോചിക്കാം. അതുവരെ നമുക്ക് പരസ്പരം ഒരു ധാരണയ്ക്ക് വേണ്ടി ചേട്ടൻ എനിക്കൊരു വാക്ക് തന്നാൽ. നാം തമ്മിൽ വാക്ക് പറഞ്ഞിട്ടും ധാരണയിൽ എത്തിയിട്ടും എന്താ കാര്യം? 2 വർഷം കഴിഞ്ഞ് അവൻ അവളെ അറിയില്ലെന്ന് പറഞ്ഞാലോ? അവൻ അങ്ങനെ പറയില്ല. അതെ, ഒരിക്കലും പറയില്ല. പിന്നെ പാർവതിയും വിവേകിന്റെ തരക്കാരിയാണ്. പണ്ടുള്ളവർ പറഞ്ഞതുപോലെ, ഇലയെന്ന് മുള്ളേ വീണാലും മുള്ളി എന്ന ഇലയെ വീണാലും ഏട് വാഴയ്ക്ക. ഏ അല്ല, ഈ പിള്ളേരെന്ത് കാണിച്ചാലും അതിന്റെ പ്രശ്നം വീട്ടുകാർക്കാണല്ലോ എന്നുള്ള ഒരു അർത്ഥത്തിലാണ്. അടുത്ത വീക്കിൽ ഞാൻ തിരിച്ചു പോവും. ഫാമിലി ഉണ്ടാവും. അതിനകം നിങ്ങൾക്കൊന്ന് ആലോചിക്കാമല്ലോ. പോകുന്നതിന് മുമ്പ് ഞാൻ ചേട്ടനെ വന്ന് കാണാം. ഒരു പെൺകുട്ടിയുടെ അച്ഛന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ചേട്ടനൊന്ന് ആലോചിക്കണം. ഇറ്റ്സ് മൈ ഹംബിൾ റിക്വസ്റ്റ്. നമുക്ക് എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടാക്കാം. ഇവിടെ ഇപ്പൊ പാർവതി കൂടി ഉണ്ടായിരുന്നെങ്കിൽ പൂർണ്ണമായനെ. നമുക്കിടയിൽ പാർവതി ഉണ്ട്. ഇല്ലെന്നാരാ പറഞ്ഞത്? ഉണ്ട്. പക്ഷെ അതൊരു ഇൻവിസിബിൾ പ്രസൻസ്, ജസ്റ്റ് ലൈക്ക് ഇലക്ട്രിക്കൽ എനർജി. ആർക്കും കാണാൻ പറ്റില്ല. അതാണ് അതിന്റെ പ്രത്യേകത. ഇനി കാണണമെന്ന് നിർബന്ധമാണെങ്കിൽ കാണാം. എങ്ങനെ കാണാം? മറ്റൊരു രൂപം. ഫോർ എക്സാമ്പിൾ, ലൈറ്റ്. പാർവതിയുടെ കാര്യം പറഞ്ഞപ്പോ വിവേകിന്റെ മുഖത്ത് എത്ര വോൾട്ടിന്റെ പ്രകാശം ഉണ്ട് നോക്ക്. ആ അതിന്റെ പ്രത്യേകത.
സാറേ, ഈ സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താ? പരസ്പരം സ്നേഹിക്കുന്ന മനസ്സുകളെ ആർക്കും വിട്ടുമുറിക്കാൻ സാധ്യമല്ല. ഒരിക്കലെങ്കിലും സ്നേഹിക്കുകയും സ്നേഹിക്കപ്പെടുകയും ചെയ്യുന്നവർക്ക് അതിന്റെ വേദനയും നമ്മളൊക്കെ മനസ്സിലാവും. ലെറ്റ് us have lunch. ആ. ഇനി കഴിച്ചുകൊണ്ട് സംസാരിക്കാം. ഇല്ല, അതിനു മുൻപ് എല്ലാവരോടും ഒരു വാക്ക്. ഐ എം സോറി. മാഷി സോറി സർ, ഇത് വാളാ. അതേടാ വാള. പരനിന്ന വീശുന്ന വാളിനാൽ ചൂളിപ്പോക പരകോടിയിൽ ചെന്ന പാവന ദിവ്യ സ്നേഹം. കേട്ടിട്ടുണ്ടോ? എന്താ മാഷി? ചുറ്റൊന്നും അല്ലടാ മോനെ, ഇതിന്റെ കേടൊക്കെ പറയാനുള്ളത് പറയാൻ പറ്റൂ. പിള്ളേർക്കൊന്നും കാര്യം പറഞ്ഞാൽ മനസ്സിലാവൂല. ഹലോ വിവേക്. പോകും വഴി വീട്ടിലേക്ക് വരുമായിരുന്നു വിവേകിനെ കാണാൻ. ഹലോ വിവേക്. ഹലോ. ഞങ്ങൾ യാത്ര പറയാൻ വന്നാണ്. ആട്ടെ, പാർവതിയോട് എന്ത് പറയണം? ഞാനൊരു പിതാവ് മാത്രമല്ല, മെസ്സഞ്ചറും കൂടാ. ഇവരുടെ കത്തുകൾ നമ്മൾ തന്നെ കൈകാര്യം ചെയ്യാം, അല്ലേ ചേട്ടാ? ആ, അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? ശരി വിവേക്, എല്ലാം നമ്മൾ നിശ്ചയിച്ചതുപോലെ. കരിയറിന്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ശരി, ഗുഡ് ബൈ. 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 ബൈ ബൈ. ഗുഡ് ലക്ക്. ഓടി നടക്കടാ. പൂച്ച. വിരഹാർത്ഥനായ ലവറെ, ഇത് നിനക്കുള്ള ഗിഫ്റ്റാടാ. ഗിഫ്റ്റോ? അയ്യോ പൊട്ടിക്കല്ലേ, ഇത് പൊട്ടിക്കാൻ വേറെ ആള് വരും. വിളിക്കടാ. ചുമ്മാ ഞങ്ങൾ വിളിക്കും. യെസ്, കം ഓൺ. ഹലോ വിവേക്, ഐ എം സൂസൻ. ബിജുവിന്റെ ഫുഡിയാ. എടാ പരമദ്രോഹി നീ. ഞങ്ങൾ പെൻ ഫ്രണ്ട്സ് ആയിട്ട് തുടങ്ങിയതാ. ഓ ഐ സീ. ഇത് ഞങ്ങളുടെ ഗിഫ്റ്റാണ്. പാർവതിക്ക് കത്തുകൾ എഴുതാനുള്ള പാഡ്, പെൻ, ലവ് കൊട്ടേഷൻസ്. അമ്മു, ഇന്ന് സൂസനെ കണ്ടിരുന്നു. ഞാൻ എത്ര കത്തുകൾ അയച്ചു, അമ്മു എത്ര മറുപടി എഴുതി, ഇതൊക്കെ സൂസൻ അറിയണം. ഒരു കത്തിനും പമ്മു എനിക്ക് മറുപടി എഴുതിയില്ല എന്ന് ഞാൻ എങ്ങനെ പറയും? എന്താ പമ്മു ഇങ്ങനെ? എന്നെ ശ്വാസം മുട്ടിക്കാൻ വേണ്ടി പമ്മു മനഃപൂർവ്വം എഴുതാത്തതാ? ഇങ്ങനെ തമാശ കാണിച്ചിട്ട് പിന്നെ സോറി പറഞ്ഞ് മറുപടി വന്നാലുണ്ടല്ലോ. ലവ് ഇസ് നെവർ എവർ ഹാവിംഗ് ടു സേ യു ആർ സോറി. മോനെ, ദേ അമ്മ വിളിക്കുന്നു. ഉണ്ണാൻ നേരമായി. പോകുന്നതിന് മുമ്പ് കണ്ണുകളൊന്നടച്ചേ. ആരും കാണില്ല, പ്ലീസ്. ഹായ് ഹലോ. വിവേക്, ടുമോറോ ഞാൻ ബാംഗ്ലൂർക്ക് പോവാ. വെക്കേഷൻ അല്ലേ? ഓ, ഇനി 2 മാസം. ഇദ്ദേഹം വളരെ വറീഡാണ്. ഞാൻ പോകണ്ടെന്ന് പറയുന്നു.
Tell him to be practical. ഛേ, എന്താ ഇത്? സൂസൻ പോട്ടെ, ജസ്റ്റ് ഫോർ 2 months. 2 മാസം വീണ്ടും പെൻ ഫ്രണ്ട്സ് ആവാം. ഓക്കെ ഓക്കെ, ഗോ ആൻഡ് ഹാവ് എ നൈസ് ഹോളിഡേ. Thank you. See you, Susan. Bye. പമ്മുവിന്റെ കത്ത് വന്നോ? Bye. Good luck. Same to you.